സൈക്കോളജിയിലെ സ്കൂൾസ് ഓഫ് തോട്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മെയിൻ സ്കൂൾ ഓഫ് തോട്ടുകൾ എന്ന് പറയുന്നത് സ്ട്രക്ചറലിസം, ഫങ്ഷണലിസം, ബിഹേവിയറിസം, ജസ്റ്റാൾട്ട്, സൈക്കോ അനാലിസിസ്, കോഗ്നിറ്റീവ് സൈക്കോളജി ഇതൊക്കെയാണ്. അപ്പോൾ സ്ട്രക്ചറലിസം എന്താണെന്ന് നോക്കാം. സ്ട്രക്ചറലിസം ഇൻട്രൊഡ്യൂസ് ചെയ്തത് വില്യം വൂണ്ടാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റഡിനെ ഫോളോ ചെയ്തു എഡ്വാർഡ് ടിച്ച്നർ. സ്ട്രക്ചറലിസം ഫോക്കസ് ചെയ്യുന്നത് അണ്ടർസ്റ്റാൻഡിങ് ദ ഹ്യൂമൻ മൈൻഡ് സ്ട്രക്ചർ ത്രൂ ഇൻട്രോസ്പെക്ഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഇൻട്രോസ്പെക്ഷൻ വഴി നമ്മൾ ഹ്യൂമൻ മൈൻഡിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ് സ്ട്രക്ചറലിസം പറയുന്നത്. അതിലുള്ളൊരു മെയിൻ കൺസെപ്റ്റാണ് മെൻ്റൽ പ്രോസസ്സിനെ സിംപ്ലസ്റ്റ് കമ്പോണൻറ്റുകളാക്കി ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ഇത് ലബോറട്ടറി എക്സ്പെരിമെൻറ്റ്സിലും മോഡേൺ സൈക്കോളജിയിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തത് വരുന്നതാണ് ഫങ്ഷണലിസം. ഫങ്ഷണലിസം ഇൻട്രൊഡ്യൂസ് ചെയ്തത് വില്യം ജെയിംസ് ആണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റഡിനെ ഫോളോ ചെയ്തു ജോൺ ഡേവി. ഫങ്ഷണലിസം ഫോക്കസ് ചെയ്യുന്നത് ഹൗ മെൻ്റൽ ആൻഡ് ബിഹേവിയറൽ പ്രോസസ് ഫങ്ഷൻ ആൻഡ് ഹൗ ടു അഡാപ്റ്റ് എ ന്യൂ സിറ്റുവേഷൻ എന്നുള്ളതാണ്. അതായത് എങ്ങനെയാണ് നമ്മൾ ബിഹേവിയറൽ ആൻഡ് മെൻ്റൽ പ്രോസസ്സ് ഫങ്ഷൻ ചെയ്യുന്നതെന്നും നമ്മൾ ഒരു ഇൻഡിവിജ്വൽ എങ്ങനെയാണ് ഒരു ന്യൂ സിറ്റുവേഷനെ അഡാപ്റ്റ് ആക്കുന്നതെന്നും ആണ് അത് ഫോക്കസ് ചെയ്യുന്നത്. അതിലൊരു മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത് മൈൻഡ് ഈസ് ഷേപ്പ്ഡ് ബൈ എക്സ്പീരിയൻസ് എന്നുള്ളതാണ്. ഇത് എഡ്യൂക്കേഷണൽ സെറ്റിങ്സിലൊക്കെ യൂസ് ചെയ്യുന്നുമുണ്ട്. ബിഹേവിയറിസം ഇൻട്രൊഡ്യൂസ് ചെയ്തത് B.F. സ്കിന്നർ ആൻഡ് J.B. വാട്സൺ ആണ്. ഇത് ഫോക്കസ് ചെയ്യുന്നത് ഒബ്സർവബിൾ ബിഹേവിയർ റാദർ ദാൻ ഇൻറ്റേർണൽ മെൻ്റൽ സ്റ്റേറ്റ്സ് എന്നുള്ളതാണ്. ഇതിലെ മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ബിഹേവിയർ ഈസ് ലേൺ ത്രൂ പണിഷ്മെൻറ്റ് ആൻഡ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്നുള്ളതാണ്. അടുത്തതാണ് ജസ്റ്റാൾട്ട് സൈക്കോളജി. മാക്സ് വെർത്തീവറാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നീട് അതിൽ കോഫ്കയും കൊഹ്ലറൊക്കെ സ്റ്റഡി നടത്തിയിട്ടുണ്ട്. ജസ്റ്റാൾട്ട് സൈക്കോളജി ഫോക്കസ് ചെയ്യുന്നത് ഹോൾ ഈസ് ഗ്രേറ്റർ ദാൻ സം ഓഫ് ഇറ്റ്സ് പാർട്സ് എന്നുള്ളതാണ്. അതായത് നമ്മളൊരു ഒബ്ജക്റ്റിനെ പെർസീവ് ചെയ്യുമ്പോൾ അതിനെ മുഴുവനായിട്ടാണ് കാണുന്നത്, പാർട്ടുകളായിട്ടല്ല എന്നാണ് ഫോക്കസ് ചെയ്യുന്നതാണ്. സൈക്കോ അനാലിസിസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അൺകോൺഷ്യസ് തോട്ട്സിനെ, ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ഇതിനൊക്കെയാണ് ഫോക്കസ്. ഇതിലെ മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ബിഹേവിയർ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇൻസ്റ്റിങ്ക്റ്റ് ആൻഡ് മോട്ടീവ്സ് എന്നാണ് പറയുന്നത്. കോഗ്നിറ്റീവ് സൈക്കോളജി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അൾറിക് നെയ്സർ ആൻഡ് ജീൻ പിയാഷെ ആണ്. ഇത് ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ തിങ്കിങ്, ലേണിംഗ്, മെമ്മറി, പ്രോബ്ലം സോൾവിങ് ഇതൊക്കെയാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. ഇതിലെ കീ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ബ്രെയിൻ ഫങ്ഷൻ ലൈക്ക് ആസ് എ കമ്പ്യൂട്ടർ എന്നുള്ളതാണ്. അതായത് പ്രോസസ്സിങ് ഇൻഫർമേഷൻ.